ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗ്രീക്ക് ചരിത്ര രചനയെ കുറിച്ച് പഠിക്കാം. പുരാതന ഗ്രീക്ക് ചരിത്രത്തെ പ്രധാനമായിട്ടും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. മിനോയൻ നാഗരികത, മൈസീനിയൻ നാഗരികത, ഇരുണ്ട യുഗം അല്ലെങ്കിൽ ഡാർക്ക് ഏജ്. മിനോയൻ നാഗരികത എന്ന് പറയുന്നത് പുരാതന ഗ്രീസിലെ ആദ്യത്തെ വെങ്കലയുഗ നാഗരികതയാണ്. ഇത് 1400 കൂടിയിട്ടാണ് വളർന്നു വരുന്നത്. ക്രീറ്റ് ദ്വീപിലെ ഇതിഹാസ രാജാവായ മിനോസിന്റെ പേരിലാണ് ഈ നാഗരികത. പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഗോതമ്പ്, മുന്തിരി, ഒലീവ്. ഗ്രാമങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നഗരങ്ങളിലേക്ക് കൊണ്ടുവന്ന് വ്യാപാരത്തിനും പുനർവിതരണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നു. പ്രധാനപ്പെട്ട കടൽ വ്യാപാരങ്ങൾ എന്ന് പറയുന്നത് ഈജിപ്തിലേക്കും അനറ്റോളിയയിലേക്കും ലബനൻ തീരം, സൈപ്രസ്, ഏജിയൻ മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുമാണ്. മിനോയൻ സമൂഹം എഴുത്തുവിദ്യ വികസിപ്പിച്ചിരുന്നു. അവരുടെ ലിപി ലീനിയർ എ എന്നറിയപ്പെടുന്നു. ഈ ലിപി ഇന്നും പൂർണ്ണമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല. അപ്പോ നമ്മള് ഈ മിനോയൻ നാഗരികതയിലെ മിനോയൻ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ലിപി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ ലിപി? ലീനിയർ എ. അപ്പൊ ലീനിയർ എ എന്ന ലിപി വികസിപ്പിച്ചത് ആരാണ്? മിനോയൻ സമൂഹക്കാരാണ്. അപ്പൊ ഇത് മറക്കരുത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി പറയാം. ഗ്രീക്ക് ചരിത്ര രചനയെ പ്രധാനമായിട്ട് മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: മിനോയൻ, മൈസീനിയൻ, ഇരുണ്ട യുഗം. അപ്പൊ അതിലെ ഇനി ഈ മിനോയൻ വ്യാപാരത്തിന്റെ പ്രധാനപ്പെട്ട ഈ മിനോയൻ വ്യാപാരം പുരാതന ഗ്രീസിലെ, അതായത് മിനോയൻ വ്യാപാരം എന്ന് പറയുന്നത് ഇവര് വ്യാപാരം നടത്തിയിരുന്ന എവിടൊക്കെയാണ്? ഈജിപ്ത്, അനറ്റോളിയ, ലബനൻ തീരം, സൈപ്രസ്, ഏജിയൻ മേഖലകൾ. അതുപോലെ തന്നെ ലീനിയർ എ ലിപി ഉപയോഗിച്ചതും ഇവരാണ്, ഡെവലപ്പ് ചെയ്തതും ഇവരാണ്. ഈ ലിപി ഇന്നും പൂർണ്ണമായി വായിച്ചെടുക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഫ്ലോറിഷ് ചെയ്ത് വന്നത് 1400 BC കൂടിയാണ്. മറ്റൊരു നാഗരികതയാണ് മൈസീനിയൻ നാഗരികത. ഈ മൈസീനിയൻ നാഗരികത 1600 1200 കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ഹെൻറിച്ച് സ്ലീമാൻ നടത്തിയ ഖനനങ്ങളിലൂടെ ഈ നാഗരികത ശ്രദ്ധയിൽപ്പെട്ടു. പെലപ്പനേഷ്യൻ പ്രദേശം ആയിട്ടുള്ള ആ പ്രദേശത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് മൈസീനിയൻ നഗരം സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ടിറിൻസ്, പൈലോസ്, തീബ്സ്, ഓർക്കോമെനോസ്, ക്നോസോസ് എന്നിവയാണ്. ഇവർ ലീനിയർ ബി എന്ന ലിപി വികസിപ്പിച്ചെടുത്തു. ആര്? മൈസീനിയൻ സമൂഹക്കാര്. ഇവർ ലീനിയർ ബി എന്ന ലിപി വികസിപ്പിച്ചു. ഈ ലിപി 1952 മൈക്കൽ വെൻഡ്രിസ് എന്ന ശാസ്ത്രജ്ഞൻ വ്യാഖ്യാനിച്ചു. മൈസീനിയക്കാര് വ്യാപകമായ വിദേശ വ്യാപാരം നടത്തി. കയറ്റുമതി വസ്തുക്കൾ എണ്ണ, മൺപാത്രങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയായിരുന്നു. ഇറക്കുമതി ചെയ്തിരുന്നവ സ്വർണം, താമ്രം, തകരം എന്നിവ. സമൂഹത്തിൽ വലിയ സാമൂഹിക പാളി വ്യവസ്ഥ ഉണ്ടായിരുന്നു. നല്ലൊരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഭരണവർഗത്തിന് അധിക സമ്പത്ത് ലഭ്യമായിരുന്നു. ഭരണാധികാരികളെ തേനീച്ചക്കൂട് ആകൃതിയിലുള്ള ശവകുടീരങ്ങളിൽ സംസ്കരിച്ചു. 1200 BC മൈസീനിയൻ നാഗരികത തകർന്നു. ഇരുണ്ട യുഗം എന്ന് പറയുന്നത് 1200 CE മുതൽ 800 CE ഇടയിലാണ്. അതുപോലെ തന്നെ ഏകദേശം 4 നൂറ്റാണ്ടുകൾ ഈ കാലഘട്ടം നീണ്ടുനിന്നു. CE 800 ഈ കാലഘട്ടം തകർന്നു തരിപ്പണായി. ഈ ടൈമില് ഗ്രീക്ക് മഹാകാവ്യങ്ങളായ ഇലിയഡ്, ഒഡീസി എന്നിവ രചിക്കപ്പെട്ടു. ഈ കാവ്യങ്ങൾ ഗ്രീക്ക് ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. ദീർഘ ഇടവേളയ്ക്ക് ശേഷം ഗ്രീസിൽ വീണ്ടും എഴുത്തുരേഖകൾ ലഭ്യമായി. മൈസീനിയൻ ലിപിയായ ലീനിയർ ബി ഇല്ലാതായതിനു ശേഷം പുതിയ ലിപി ഉപയോഗിച്ചു തുടങ്ങി. ഈ പുതിയ ലിപി ഫിനീഷ്യൻ ലിപിയിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഫിനീഷ്യൻ ലിപി ശബ്ദാധിഷ്ഠിത രീതിയിലായിരുന്നു. ഗ്രീക്കുകാർ അത് സ്വന്തം ഭാഷയ്ക്ക് അനുയോജ്യമായി മാറ്റി ഉപയോഗിച്ചു. ഹോമറിന്റെ മഹാകാവ്യങ്ങൾ ഈ പുതിയ ഗ്രീക്ക് അക്ഷരമാലയിലാണ് എഴുതപ്പെട്ടത്. ആർക്കൈവ് കാലഘട്ടവും ക്ലാസിക്കൽ കാലഘട്ടവുമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ആർക്കൈക് കാലഘട്ടം എന്ന് പറയുന്നത് ഇരുണ്ട യുഗത്തിന് ശേഷമുള്ള കാലഘട്ടം. ആർക്കൈക് കാലഘട്ടം
ആർക്കൈക് കാലം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇരുണ്ട യുഗത്തിന് ശേഷമുള്ള കാലഘട്ടം. കാലപരിധി എന്ന് പറയുന്നത് ക്രിമു 800-നും 500-നും ഇടയ്ക്ക്. ക്ലാസിക്കൽ ഗ്രീക്ക് നാഗരികതയുടെ അടിത്തറ ഈ കാലഘട്ടത്തിലാണ് പാകപ്പെട്ടത്. ക്ലാസിക്കൽ കാലഘട്ടം എന്ന് പറയുന്നത് സി 500-നും 338-നും ആണ് ഇതിന്റെ കാലപരിധി എന്ന് പറയുന്നത്. ഗ്രീസിന്റെ സാംസ്കാരിക, രാഷ്ട്രീയ, ബൗദ്ധിക ഉന്നതിയുടെ കാലഘട്ടമായി ഇത് അറിയപ്പെടുന്നു. ഈ ഹോമറും ഇലിയഡും ഹോമറും അന്ധകവികളാണ് എന്നറിയപ്പെടുന്നു. ഈ ഹോമർ എന്ന കവിക്കാണ് ഈ രചനയെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗ്രീക്ക് ചരിത്രത്തിലെ വഴിത്തിരിവായി കണക്കാക്കുന്നതും ഈ മഹാകാവ്യങ്ങളാണ്. പുതിയ അക്ഷരമാല ഉപയോഗിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്? കൃതികള് രചിച്ചിട്ടുള്ളത്. അപ്പൊ താങ്ക് യു. മറ്റൊരു ക്ലാസ്സുമായി കാണാം. അതുവരേക്കും ബൈ.